അർബുദബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകൾ ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ച യുവാക്കൾ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. വേദന സംഹാരി ഗുളികകൾ കുത്തിവെച്ചാണ് ഇവർ ലഹരി കണ്ടെത്തിയിരുന്നത്. നെടുങ്കണ്ടം പുതുകിൽ പ്രാഞ്ചി എന്ന ഫ്രാൻസിസ്, ചിറക്കുന്നിൽ അൻസിൽ, മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ രാത്രിയിൽ നെടുങ്കണ്ടം ഉമ്മാക്കട ഭാഗത്ത് റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഫ്രാൻസിസും അൻസിലും നിൽക്കുന്നത് കണ്ടതിനെ തുടർന്ന് പോലീസ് വിശദമായി പരിശോധന നടത്തുകയായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന കവറിൽ നിന്നും ടാബ്ലറ്റുകളും സിറിഞ്ചുകളും അടങ്ങിയ പാക്കറ്റുകളും കപ്പളത്തിന്റെ തണ്ട് ഘടിപ്പിച്ച കുപ്പികളും കണ്ടെടുത്തു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കീമോതെറാപ്പിക്ക് ശേഷം ക്യാൻസർ ബാധിതർക്ക് നൽകാറുള്ള വേദന സംഹാരി ഗുളികകൾ വിവിധ രീതിയിൽ ലയിപ്പിച്ച ശേഷം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ലഹരി കണ്ടെത്തുകയായിരുന്നു യുവാക്കൾ. ഇതിനായി വേദന കുറഞ്ഞ ഇൻസുലിൻ ഇഞ്ചക്ഷൻ സിറിഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. കവറിൽ നിന്നും കണ്ടെടുത്ത സിഗരറ്റ്, ബീഡി എന്നിവയിൽ കഞ്ചാവ് നിറച്ചിട്ടുള്ളതായും കണ്ടെത്തി. പ്ലാസ്റ്റിക് കുപ്പിയിൽ കപ്പളത്തിന്റെ തണ്ട് ഘടിപ്പിച്ച് കഞ്ചാവ് കത്തിച്ച് വലിക്കുന്നതായും യുവാക്കൾ പറഞ്ഞു. വേദന സംഹാരി കുത്തിവെച്ച ശേഷം ഇങ്ങനെ കഞ്ചാവ് വലിച്ച 2 ദിവസത്തോളം ലഹരി നിൽക്കും. കട്ടപ്പനയിലെ ക്യാപ്സൂൾ എന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ടെപ്പൻഡൻഡോൾ ടാബ്ലറ്റ് 100 mg എന്ന ഗുളിക ഇവർ വാങ്ങിയത്. ദിവാകർ എന്നയാളാണ് 22,000 രൂപ നൽകി ഈ ഗുളിക വാങ്ങുവാൻ ഇവരെ പറഞ്ഞയച്ചതെന്നും പോലീസിനോട് സമ്മതിച്ചു. ദിവാകറിനായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചു. നെടുങ്കണ്ടം പച്ചടി, ചിന്നപ്പച്ചടി ഭാഗങ്ങളിൽ വാഹനാപരിശോധന നടത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ബൈക്കിൽ വന്ന് ഒരു സംശയം ഒരാൾ വന്ന് ഒരു പരിഗണന കണ്ട് ചെക്ക് ചെയ്തപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് കഞ്ചാവ് കിട്ടിയുണ്ടായി. അത് ചോദിച്ചപ്പോൾ ആൾ വലിക്കാനുള്ളതാണ്, ഒരു കൈവശം വയ്ക്കാനുള്ള അധികാര പത്രങ്ങളൊന്നും ഇല്ലാണ്ട് ആൾ നമ്മൾ അവിടെ പിടിച്ചു നിർത്തി. അതിനുശേഷം വീണ്ടും അടുത്ത് വന്ന മറ്റൊരു വണ്ടിയിൽ പരിശോധിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഒരു കവർ കണ്ടു. ആ കവർ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള സിറിഞ്ചും മെഡിസിനും കണ്ടത്. അത് ഷെഡ്യൂൾഡ് ഡ്രഗ്സ് ആണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവരുടെ കയ്യിൽ നിന്നും കുറച്ച് കഞ്ചാവ് വിൽപ്പനയ്ക്കായിട്ടുള്ള കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. കവറിനുള്ളിൽ ഒരു ഗ്ലാസ്, പൊടിച്ച ഗ്ലാസും പിന്നെ വലിക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഈ ഗുളിക പൊടിച്ച് ഇഞ്ചെക്ട് ചെയ്യാമെന്ന്, അതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് കുറിച്ച് നോക്കാം. സമീപ മേഖലയിൽ നിന്നുമാണ് കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചതിന് മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിനെ പിടികൂടിയത്. ഇയാൾക്കും വേദന സംഹാരി പിടികൂടിയ സംഭവവുമായി ബന്ധമുണ്ടെന്നാണ് നിഗമനം. കൂടുതൽ യുവാക്കൾ ഇത്തരം ലഹരി ഉപയോഗം നടത്തുന്നതായാണ് സൂചന. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.